Database Management System and RDBMS. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് PLPGSQL കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണ്. എന്താണ് കൺട്രോൾ സ്ട്രക്ചർ, ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്, അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് what are the different types of data types used in PLPGSQL, അതേപോലെ വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു, അതേപോലെ കോൺസ്റ്റന്റ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ തൊട്ട് മുകളിലെ സജഷനിൽ ആ വീഡിയോ ലിങ്ക് കാണിക്കാം, അത് ക്ലിക്ക് ചെയ്തിട്ട് കാണാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ PLPGSQL കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്താണെന്നുള്ളതും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും ഡിഫറെന്റ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത്. നിങ്ങൾ ഓൾറെഡി C പ്രോഗ്രാം ഒക്കെ പഠിച്ച് നല്ലവണ്ണം ചെയ്ത സ്ഥിതിക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഈഫ്, അതിന്റെ ഡിഫറെന്റ് ഫോർമാറ്റ്സ്, അതുപോലെ പിന്നെ കേസ് ആണ് ഉള്ളത്. ദെൻ ലൂപ്സിൽ വൈൽ ലൂപ്പ്, അതേപോലെ ലൂപ്പ് സിമ്പിൾ ആയിട്ട് ലൂപ്പ് എന്ന് എഴുതും, അതേപോലെ ഫോർ ലൂപ്പ്, ഇങ്ങനെ മൂന്നെണ്ണമാണത്. കൺട്രോൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഏകദേശം ധാരണ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഈ ഓവറോൾ പ്രോഗ്രാമിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോർമാറ്റ്സ് ആണ്, സ്ട്രക്ചേഴ്സ് ആണ്. ഏതൊക്കെയാണ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വലിയ ബുദ്ധിമുട്ടില്ല, നിങ്ങൾ ഓൾറെഡി C പ്രോഗ്രാമും അതേപോലെ DS-ന്റെ ലാബും ഒക്കെ ചെയ്തതുകൊണ്ട് ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് കൺട്രോൾ സ്ട്രക്ചർ? ഓൾറെഡി ഞാൻ പറഞ്ഞു, കൺട്രോൾ സ്ട്രക്ചർ എന്നാൽ പ്രോഗ്രാമിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആണ്. സോ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആർ പ്രോബ്ലി ദ മോസ്റ്റ് യൂസ്ഫുൾ ആൻഡ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് PLPGSQL. കാരണം നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം അതിന്റെ ഫ്ലോ എങ്ങനെ പോകണം എന്നുള്ളത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. So with PLPGSQL control structures, you can manipulate Postgres data in very flexible and powerful way. നിങ്ങൾക്ക് അതിന്റെ ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് ആ പ്രോഗ്രാമിനെ ഒരു ഫ്ലെക്സിബിൾ ആക്കിയിട്ട് അത് എങ്ങനെ പോകണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് പറ്റും യൂസിങ് ദിസ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്. ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ആയിട്ട് 3 ടൈപ്പ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണുള്ളത്. അത് ആദ്യത്തത് if സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ എല്ലാവരും ഫെമിലിയർ ആണ് if സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത് അല്ലേ? നിങ്ങൾ ഒരു പ്രോഗ്രാമിംഗ് ചെയ്തു കൊടുക്കുന്ന ആള് തുടക്കത്തിൽ തന്നെ പഠിക്കുന്ന ഒരു സാധനമാണ് എന്തായാലും if സ്റ്റേറ്റ്മെന്റ്, ഈ കൺട്രോൾ സ്ട്രക്ചർ if സ്റ്റേറ്റ്മെന്റ്. ഇവിടെ സിന്റാക്സിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ളൂ. ബാക്കി ഫംഗ്ഷനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ തൊട്ട് മുന്നേ പഠിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ മുന്നേ പഠിച്ച പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെയുള്ള C പ്രോഗ്രാമിന് പോലെയൊക്കെ തന്നെയുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇൻട്രൊഡ്യൂസ് യു ടു 3 form of if സ്റ്റേറ്റ്മെന്റ് ടു എക്സിക്യൂട്ട് എ കമാൻഡ് ബേസ്ഡ് ഓൺ എ സർട്ടൻ കണ്ടീഷൻ. അപ്പോൾ നമ്മുടെ PLPGSQL 3 ടൈപ്പ് if സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സിമ്പിൾ if then. നമ്മൾ സാധാരണ C പ്രോഗ്രാം പറയുന്ന പോലെ തന്നെ if ഒരു കണ്ടീഷൻ കൊടുക്കും, ദെൻ ട്രൂ ആണെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ റിസൾട്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ഫാൾസ് ആണെങ്കിൽ അവിടെ ഒന്നുമില്ല. if കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, ഫാൾസ് ആണെങ്കിൽ ഒന്നുമില്ല, ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഫസ്റ്റ് ഫോർമാറ്റ്. ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ എടുക്കും പറയും. രണ്ടാമത്തെ ഫോർമാറ്റ് if then else. അവിടെ 2 ഭാഗമുണ്ട്. if ഒരു കണ്ടീഷൻ കൊടുക്കും നമ്മൾ, ബൂളിയൻ കണ്ടീഷൻ ആയിരിക്കും. ട്രൂ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, ഫാൾസ് ആണെങ്കിൽ എൽസ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. നമ്മൾ സാധാരണ C-ലൊക്കെ ഉപയോഗിക്കുന്നത്. ദെൻ മൂന്നാമത്തെ ടൈപ്പ് if then else if. അവിടെ ഒരു കണ്ടീഷൻ അല്ല നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് ഫാൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് ഫാൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. അവസാനം ഒരു എൽസ് സ്റ്റേറ്റ്മെന്റ്. വിത്ത് എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ആദ്യത്തെ കൺട്രോൾ സ്ട്രക്ചറിൽ ആണ് if സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തത് കേസ് സ്റ്റേറ്റ്മെന്റ് ആണ്. കേസും നിങ്ങൾ ഓൾറെഡി C പ്രോഗ്രാമിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വല്ലാതെ പറയേണ്ടി വരില്ല, നമുക്ക് ഒന്ന് ഓടിച്ചു പോകാനേ ഉള്ളൂ. അത് സിന്റാക്സുകൾ മാത്രം പറയാനുള്ളൂ, ഈസിയാണ്. അപ്പം ഇറ്റ്സ് ഗൈഡ് യു ടു ഫോം 2 forms ഓഫ് ദി കേസ്മെന്റ്. സോ നമുക്ക് ഇവിടെ ഒന്നേ പഠിക്കാനുള്ളൂ, സിമ്പിൾ ആൻഡ് സെർച്ച് കേസ് സ്റ്റേറ്റ്മെന്റ്. ഏകദേശം രണ്ടും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സിമ്പിൾ കേസ് സ്റ്റേറ്റ്മെന്റ് ആണ്. കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം. നമുക്ക് വിത്ത് എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. ദെൻ മൂന്നാമത്തെ കൺട്രോൾ സ്ട്രക്ചർ ആണ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരേ റിപ്പീറ്റഡ് ആയിട്ട് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലൂപ്പ് സ്ട്രക്ചേഴ്സ്. നമുക്കിവിടെ മെയിൻ ആയിട്ട് 3 ലൂപ്പ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ലൂപ്പ് എന്ന് തന്നെ പറയും, പിന്നെ ഒന്നുള്ളത് വൈൽ എന്നാണ്, പിന്നെ ഒന്ന് ഫോർ. ലൂപ്പ്, വൈൽ, ഫോർ ഇതെല്ലാം നിങ്ങൾ C പ്രോഗ്രാമിൽ എങ്ങനെയാണ് പഠിക്കുന്നത് ഏകദേശം സെയിം തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ സിന്റാക്സിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. ആദ്യം PLPGSQL if സ്റ്റേറ്റ്മെന്റ്. The if statement is used to execute a command conditionally. നമുക്കറിയാം, ഒരു if കഴിഞ്ഞിട്ട് ഒരു കണ്ടീഷൻ കൊടുക്കും നമ്മൾ, അതിന്റെ ബേസിലാണ് ഇത് എന്ത് ചെയ്യുക, എക്സിക്യൂഷൻ. PLPGSQL provide you with 3 forms of if statement. ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. The simplest form of PLPGSQL if statement. അതായത് if മാത്രമുള്ളത്, എൽസ് ഭാഗം ഇല്ലാത്തതാണ് ആദ്യത്തെ ഫോം. നോക്കാം, if മാത്രം.
The if statement execute the statement if a condition is true. നമ്മളൊരു ബൂളിയൻ കണ്ടീഷൻ കൊടുക്കും, if ഒരു കണ്ടീഷൻ ബ്രാക്കറ്റിനകത്ത് ഒരു കണ്ടീഷൻ കൊടുക്കും, ആ കണ്ടീഷൻ ഒരു ബൂളിയൻ ആയിരിക്കും. ട്രൂ ആണെങ്കിൽ അതിനൊരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ടാവും. ഫാൾസ് ആണെങ്കിൽ അവിടെ എന്താന്ന് പറയുന്നില്ല, ആ കൺട്രോൾ സ്ട്രക്ചർ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ട്രൂ ആണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ഫാൾസിന്റെ ഭാഗത്തേക്ക് നമ്മളൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അതാണ് ഫസ്റ്റ് കേസ് ഓഫ് if statement, simple if statement. If the condition evaluate to false, the control passes to the next statement after the end if part. അപ്പം അതാണ് ട്രൂ ആണെങ്കിൽ അതിന്റെ അകത്ത് ഈ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫാൾസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഒന്നുമില്ല. എൻഡ് ഇഫ് എന്നുള്ള ഫോർമാറ്റ് ഉണ്ട്. ഫോർമാറ്റ് കാണുമ്പോൾ നമുക്കറിയാം ഇഫ് തുടങ്ങിയാൽ അതിനൊരു എൻഡ് ഇഫ് കൊടുക്കണം. അതിന്റെ അടിയിൽ ഏതാണോ നെക്സ്റ്റ് വരുന്ന സ്റ്റേറ്റ്മെന്റ് അത് എക്സിക്യൂട്ട് ചെയ്യും. ഫാൾസ് ആണെങ്കിൽ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റിലേക്ക് നേരിട്ട് പോകും അകത്തുള്ള. ഫാൾസ് ആണെങ്കിൽ ആ കൺട്രോൾ സ്ട്രക്ചർ പുറത്ത് വന്നിട്ട് തൊട്ടടുത്ത് ഏതാണോ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് അത് എക്സിക്യൂട്ട് ചെയ്യും. The following illustrate the simplest form of the if statement. അതിന്റെ ഒരു സിന്റാക്സ് ആണ്, നല്ലപോലെ നോക്കുക. if നമുക്ക് കീവേഡ് ഉപയോഗിക്കും, then കണ്ടീഷൻ എന്താണോ കണ്ടീഷൻ, x greater than y, a greater than b, അങ്ങനെയുള്ള എല്ലാ കണ്ടീഷൻസും നമുക്ക് ഉപയോഗിക്കാം. then ഇവിടെ ഒരു then ഉണ്ട്. സോ if ഒരു കണ്ടീഷൻ then, ഇനി ഇത് ട്രൂ ആണെങ്കിൽ എന്താണോ ഉള്ളത് അത് ഇവിടെ സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റ് ആവും, ഒന്ന് കൂടുതലാവും, അത് സെമിക്കോളൻ ഇട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ഓരോ സ്റ്റേറ്റ്മെന്റും എക്സിക്യൂട്ട് ചെയ്യും. ദെൻ എല്ലാ if സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താലും അതിനൊരു എൻഡ് if എന്ന് നമ്മൾ എഴുതണം, സെമിക്കോളൻ വിത്ത് സെമിക്കോളൻ. അപ്പോൾ ഇതാണ് if സ്റ്റേറ്റ്മെന്റിന്റെ ഒരു സ്ട്രക്ചർ, സിന്റാക്സ്. എക്സാമ്പിൾ നമുക്ക് തൊട്ടടുത്ത സ്ലൈഡിൽ കാണാൻ പറ്റും. സോ ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് else will കണ്ടിന്യൂഷൻ ആണ്. ദ കണ്ടീഷൻ is a boolean expression that evaluate true or false. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ബൂളിയൻ ആയിരിക്കും. The statement is a statement that will be executed if the condition is true. Condition true ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇതിന്റെ അകത്ത് കൊടുക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. It can be any valid statement, even another if statement. അപ്പം അതിന്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ്, if സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് വരുന്ന ആ സ്റ്റേറ്റ്മെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആവാം, അല്ലെങ്കിൽ വേറൊരു if സ്റ്റേറ്റ്മെന്റ് ആവാം. അതായത് ഒരു if ബ്ലോക്കിന്റെ അകത്ത് നമുക്ക് പിന്നെയും if കൊടുക്കാൻ പറ്റും. അതിന് നമ്മൾ നെസ്റ്റഡ് if എന്ന് പറയും. ഒരു if സ്റ്റേറ്റ്മെന്റ് അതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് വേറെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി വേറൊരു if അതിന്റെ അകത്ത് വേറെ. അപ്പൊ നമുക്ക് ഇവിടെ നെസ്റ്റഡ് if സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാൻ പറ്റും, ലൈക്ക് സി പ്രോഗ്രാമിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ. സോ ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ. നോക്കാം നമുക്ക്. ഡു നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു വേരിയബിൾസ്, എ ഇൻറ്റിജർ, ബി ഇൻറ്റിജർ, 10ഉം 20ഉം വാല്യൂ കൊടുത്തു. ദെൻ ബിഗിൻ, ഇതിന്റെ അകത്താണ് നമ്മുടെ ബോഡി പ്രോഗ്രാമിങ്ങിന്റെ. if a greater than b, so if എന്നുള്ള കീവേഡ്, then condition a greater than b, then so ഔട്ട്പുട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ വരുന്നത്, റൈസ് a is greater than b. end if, ഇതിനൊരു എൽസ് പാർട്ട് ഇല്ല, if മാത്രമേ ഉള്ളൂ. a greater than b ആണെങ്കിൽ a is greater than b എന്ന് പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യും. അതല്ല, ഈ കണ്ടീഷൻ ഫോൾസ് ആയാൽ ഇത് നേരെ ഇവിടേക്ക് വരും. end if തൊട്ടടുത്തത് ഏതാണോ സ്റ്റേറ്റ്മെന്റ് അവിടേക്ക് വരും. തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ് അനദർ if ആണ്. if a less than b, then raise notice a less than b. ഇത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. then if end ചെയ്യാൻ ഒരു end if. then ഇത് രണ്ടും ഇതും എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ നേരെ ഇവിടേക്ക് വരും. if a is equal to b നമ്മൾ ചെക്ക് ചെയ്യും. then raise notice a is equal to b. ഇത് ട്രൂ ആണെങ്കിൽ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ദിസ് if end ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു end if. അപ്പം ഈ ഒരു പ്രോഗ്രാമിന് നമുക്കറിയാം 10ഉം 20ഉം ആണ്. So 20 ആണ് ഗ്രേറ്റർ, a greater than b false ആണ്, അത് എക്സിക്യൂട്ട് ചെയ്യില്ല. then if a less than b, so it is true ആണ് അല്ലേ, 10ഉം 20ഉം, 10 less than 20 true ആണ്. സോ ഇതാണ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്യുന്നത് a is less than b. അതാണ് ഇവിടെ ഔട്ട്പുട്ട് നോട്ടീസ് എന്നിട്ട് ഈ a is less than b പ്രിന്റ് ചെയ്യും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ if സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ് ആണ് if then else. ifും elseഉം ഉള്ളു. നമ്മൾ സി പ്രോഗ്രാമിലൊക്കെ if else സ്റ്റേറ്റ്മെന്റ് പഠിക്കുന്നത് പോലെ. എങ്ങനെയാണെന്ന് നോക്കാം. The if then else statement execute a command when the condition is true and if it execute an alternative command when the condition is false. അറിയാം നിങ്ങൾക്ക്, if എന്നുള്ള ഒരു കണ്ടീഷൻ കൊടുക്കുന്നുണ്ട് നമ്മൾ അവിടെ. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അത് ഫാൾസ് ആണെങ്കിൽ ഫാൾസ് ആയിട്ടുള്ള ഒരു എൽസ് ഭാഗത്ത് നമ്മൾ കൊടുക്കും, വേറെ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ഇപ്പൊ രണ്ട് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ടാവും. ഒന്ന് ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ, മറ്റത് ഫാൾസ് ആണെങ്കിൽ എൽസ് ഭാഗത്ത് നമ്മൾ കൊടുക്കും. സിയിലൊക്കെ ഞങ്ങൾ ഫെമിലിയർ ആണ് പോയിട്ട്. The following illustrate the syntax of a if then else statement. syntax ഒന്ന് നോക്കാം നമുക്ക്. സോ ഇതാണ് if condition then, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. then ഇത് ട്രൂ ആണെങ്കിൽ this statements, ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ else എന്ന് നമുക്ക് ഇവിടെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും, ഇവിടേക്ക് പോകും.
ഇത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ്, ഇത് ഫാൾസ് ആണെങ്കിൽ ഇവിടേക്ക് വരും. ദെൻ ഈ ഇഫ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എൻഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. സോ ഒരു എക്സാമ്പിൾ ഇവിടെ കാണാം. ഡിക്ലെയർ a is equal to 10, b is equal to integer 10, then begin a greater than b, then raise notice a is greater than b. Else a is not greater than b. a greater than b ആണെങ്കിൽ a greater than b പ്രിന്റ് ചെയ്യും. ഇത് ഫാൾസ് ആണെങ്കിൽ a is not greater than b. ഇവിടെ 10 ഉം 20 ഉം ആണ്. a greater than b ഫാൾസ് ആണ്. അപ്പം നേരെ എന്ത് ചെയ്യും? ഇത് പ്രിന്റ് ചെയ്യും. a is not greater than b എന്നുള്ളത് പ്രിന്റ് ചെയ്യും. then if സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു end if സ്റ്റേറ്റ്മെന്റ്. then മൂന്നാമത്തെ if സ്ട്രക്ചർ ആണ് if then else if then else. നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആണ് ഇതുമായിട്ട് സീലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. if then else statement allow you to have just one condition to evaluate. നമുക്കറിയാം if സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും if else ആണെങ്കിലും അതിലൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആകെ ചെക്ക് ചെയ്യുന്നത് if true if else false അല്ലേ, അത് മാത്രമേ പോകുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് ഫാൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് ഫാൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. നമുക്ക് എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. സോ മോർ ദാൻ വൺ കണ്ടീഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. However, with this form of if statement, you may have multiple conditions to evaluate. If the condition is true, ഒന്ന് ട്രൂ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഫാൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷനിലേക്കാണ് നമ്മൾ പോവുക, എൽസ് ഇഫിലേക്കാണ് നമ്മൾ പോവുക. എൽസ് ഇഫ് അവിടെ ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും, അത് ട്രൂ ആണെങ്കിൽ അതിന്റെ അകത്തുള്ളതിലേക്ക് പോകും, അല്ലെങ്കിൽ തൊട്ടടുത്ത എൽസ് ഇഫ്, അവസാനം ഒരു എൽസ്. ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ. ഇവിടെ എക്സാമ്പിൾ കാണിക്കാം. If all conditions are false, the statement in the last else branch is executed. ഓരോ ഇഫിന്റെയും കണ്ടീഷൻസ് ഫാൾസ്, ബൂളിയൻ ഫംഗ്ഷൻ ഫാൾസ് ആണെങ്കിൽ അവസാനം വരുന്ന എൽസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് ഇവിടെ സിൻടാക്സ് നോക്കാം. നിങ്ങൾക്ക് if ഒരു കണ്ടീഷൻ കൊടുക്കും, ഞാൻ കണ്ടീഷൻ 1 ഇത് ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഇത് ഫാൾസ് ആണെങ്കിൽ നെക്സ്റ്റ് നേരെ പോവാ എൽസ് ഇഫ് ആണ്. അപ്പൊ അതിന്റെ സിൻടാക്സ് ഒന്ന് നോക്കണം. എൽസ് എന്ന് ഫുൾ ചെയ്തില്ല നമ്മൾ ELSIF പ്രത്യേകം നോട്ട് ചെയ്യുക. ELSIF ആണ്. എൽസ് ഇഫ് കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ ഇതിൽ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. എൽസ് ഇഫ് കണ്ടീഷൻ n, ദെൻ കണ്ടീഷൻ n എക്സിക്യൂട്ട്, ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇതെല്ലാം ഇതുവരെയുള്ള എല്ലാ ഈ സ്റ്റേറ്റ്മെന്റും ഫാൾസ് ആണെങ്കിൽ നമ്മളൊരു എൽസ് പാർട്ട് കൊടുക്കും. ദെൻ എൽസ് സ്റ്റേറ്റ്മെന്റ്, ദെൻ ഇഫ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എൻഡ് ചെയ്യും. അപ്പം 3 ഫോം ഓഫ് if സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും അതിലെല്ലാം നമ്മളൊരു എൻഡ് if എന്നുള്ള ഇത് കൊടുക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. അപ്പം if സ്റ്റേറ്റ്മെന്റ് ഇവിടെ തീർന്നു. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം നമുക്ക്. a less is equal to 10 ആയി കൊടുത്തു ഇന്റിജർ, b is equal to 10 ആക്കി കൊടുത്തു. സോ ബോത്ത് ആർ ഈക്വൽ ആണ്. ദെൻ if a greater than b ട്രൂ ആണോ നോക്കും, ട്രൂ അല്ല. ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യായിരുന്നു, ട്രൂ അല്ല. ദെൻ else if a less than b, അതും ട്രൂ അല്ല. else raise notice a is equal to. സോ ഇതിന് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത് നമുക്ക് a equal to b എന്നുള്ളതാണ്. അപ്പം if else if ഇനി വേറെ ഉണ്ടെങ്കിൽ കണ്ടീഷൻ വേറെ നമുക്ക് ചെക്ക് ചെയ്യാം. else if അപ്പം ELSIF ആണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഒരു then ഉണ്ടാവും ഇവിടെ എല്ലാത്തിനും. അവസാനം ഒരു else, ദെൻ end if, ഈ if എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു end if. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം if കൺട്രോൾ സ്ട്രക്ചറിന്റെ 3 ഫോർമാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സിമ്പിൾ if then else ഉം then if then else if സ്റ്റേറ്റ്മെന്റും. ഇത്രയാണ് ഈ if കൺട്രോൾ സ്ട്രക്ചറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഉള്ളത് PLPGSQL കേസ് സ്റ്റേറ്റ്മെന്റ് ആണ്. കേസ് നിങ്ങൾക്ക് അറിയാം, കേസ് ഒരു പെർട്ടിക്കുലർ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യും, അത് ട്രൂ ആണെങ്കിൽ ഏതാണോ ആ വാല്യൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. സീലൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്. സിൻടാക്സ് ചെറിയൊരു വ്യത്യാസം. Besides the if statement, PostgreSQL provide you with case statement that allow you to execute a block of code conditionally. ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാം. സിൻടാക്സ് ഓഫ് കേസ് സ്റ്റേറ്റ്മെന്റ് പ്രത്യേകം നോക്കാം. കേസ് എന്താണ് നമ്മൾ എക്സ്പ്രഷൻ സെർച്ച് ചെയ്യുന്ന ലാസ്റ്റ് എക്സ്പ്രഷൻ ഇവിടെ കൊടുക്കുന്നു. കണ്ടീഷൻ എന്താണെന്ന് കൊടുക്കുന്നു. വെൻ എക്സ്പ്രഷൻ 1 ആണെങ്കിൽ അത് ട്രൂ ആണെങ്കിൽ ദെൻ ആ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊരു ഫോം ആയിട്ടുണ്ട്. അതാണ് അവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ കാണിച്ചത്. ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് നമുക്ക് ചെയ്യാം. അതായത് ഇപ്പം എക്സ് ആണ് ഇവിടെ കേസ്, എക്സിന്റെ വാല്യൂ 1, 3, 5 ആണെങ്കിൽ ഇത് ഓഡ് നമ്പർ ഒന്ന് പ്രിന്റ് ചെയ്യണം. അതാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പം കേസ് ഇവിടെ ചെയ്തു എക്സ് വെൻ 1, 3, 5 ദെൻ എക്സ് ഈസ് ഓഡ് തന്നെ ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത്. റൈസ് നോട്ടീസ് വെച്ച് പ്രിന്റ് ചെയ്യിപ്പിക്കും. അതിനാണ് ഇവിടെ ഒരു കോമ ഇട്ടിട്ട് ഇത്രയും ഭാഗം. അത് ഓപ്ഷനിലാണ്. ഒരു കണ്ടീഷൻ ഉള്ളെങ്കിൽ ഒന്ന് കൊടുത്താൽ മതി. ഒന്നിൽ കൂടുതൽ വാല്യൂസ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ദെൻ അവസാനം ഒരു എൽസ് ഭാഗവും. കേസിൽ ഒരു ഭാഗം ഇല്ലെങ്കിൽ അവസാനം ഒരു ഡിഫോൾട്ട് ആയിട്ട് ഒരു വാല്യൂ കൊടുക്കണം. ദെൻ
കേസ് തുടങ്ങി കഴിഞ്ഞാൽ നേരത്തെ എൻഡ് ചെയ്ത പോലെ അവസാനം ഒരു എൻഡ് കേസ് എന്ന് കൊടുക്കണം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. സോ എക്സാമ്പിൾ കേസ് റേറ്റ് എന്ന് കൊടുത്തു, ഒരു വേരിയബിൾ ആണ്. റേറ്റിന്റെ വാല്യൂ ഞാൻ തൊട്ട് മുന്നേ ഈ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കണം. വെൻ റേറ്റ് is equal to 0.99, അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. വെൻ 0.99 then പ്രൈസ് സെഗ്മെന്റ് equal to മാസ്, അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതല്ലെങ്കിൽ വെൻ 2.99 ആണ് റേറ്റിന്റെ വാല്യൂ എങ്കിൽ പ്രൈസ് സെഗ്മെന്റ് equal to, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വാല്യൂസ് കൊടുക്കാം. ഓക്കെ, ദെൻ അവസാനം ഒരു എൽസ്, ഇതെല്ലാം നമുക്ക് സ്പെസിഫൈ ചെയ്തതെല്ലാം ഫാൾസ് ആണെങ്കിൽ ഒരു ഡിഫോൾട്ട് ആയിട്ട് വാല്യൂ കൊടുക്കുന്നതാണ് എൽസ്. പ്രൈസ് സെഗ്മെന്റ് equal to അൺസ്പെസിഫൈഡ്. ആൻഡ് ഈ കേസ് നമ്മൾ തുടങ്ങിയ കേസ് നമ്മൾ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എൻഡ് കേസ്. ഇതാണ് കേസ് സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ടാവും ലാബിലേക്ക്. ദെൻ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കൺട്രോൾ സ്ട്രക്ചർ ആണ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ്. ലൂപ്പ് പറയാൻ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഏതെങ്കിലും സ്റ്റെപ്പ് നമുക്ക് നമ്പർ ഓഫ് ടൈംസ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്നതാണ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ്. Postgres will provide you with 3 loop statements: loop, while loop and for loop. 3 ടൈപ്പിലാണുള്ളത്. ആദ്യം നമുക്ക് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലൂപ്പ് എന്നുള്ളൊരു കീവേഡ് ആണ്. നമ്മൾ while loop, for ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ലൂപ്പ് ഉപയോഗിക്കുന്നത്. Sometimes you need to execute a block of statement repeatedly until a condition becomes true. അല്ലേ, നമുക്ക് അറിയാം ലൂപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും ഫെമിലിയർ ആണ്. ഒരു കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആവുന്നിടത്തോളം നമ്മൾ എന്ത് ചെയ്യും, ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും കണ്ടീഷനിലായിട്ട്. സോ അത് ഇങ്ങനെ നോക്കാം. To do this, you use the PLPGSQL loop statement. The following illustrate the syntax of loop statement. So loop statement syntax ആണ്. ഇവിടെ ലാബിൽ ഓപ്ഷണൽ ആണ്. എന്ത് ലൂപ്പാണെന്ന് പറയാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റിൽ നമ്മൾ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ലാബിൽ കൊടുക്കും. ദെൻ ലൂപ്പ് എന്ന് ചെയ്യും. ഇതാണ് ഇതിന്റെ കീവേഡ്. ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കീവേഡ് ആണ് ലൂപ്പ്. ദെൻ എന്താണോ സ്റ്റേറ്റ്മെന്റ്, അതേപോലെ ഒരു എക്സിറ്റ്, ലൂപ്പ് നമ്മൾ ടെർമിനേറ്റ് ചെയ്യണം, ഒരു കണ്ടീഷൻ കൊടുക്കണം. അതാണ് ഇവിടെ എക്സിറ്റ്. ലാബിൽ പറഞ്ഞാൽ ഇവിടെ നമ്മൾ പേര് കൊടുത്താൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കാൻ നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. എക്സിറ്റ് വെൻ കണ്ടീഷൻ, എന്താണോ കണ്ടീഷൻ അത്. എക്സ് ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ എക്സിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ലൂപ്പ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എക്സിറ്റ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 10, അങ്ങനെ പോകും. അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ 10 ആവുന്നവരെ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ദെൻ എൻഡ് ലൂപ്പ്. ലൂപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു എൻഡ് ലൂപ്പ് കൊടുക്കണം വിത്ത് സെമി. ഇതാണ് അതിന്റെ സ്ട്രക്ചർ. The loop statement is also referred to as an unconditional loop statement because it executes the statements until the condition in the exit statement evaluate to true. The evaluate team ഈ exit statementൽ എന്താണോ പറയുന്നത് അത് evaluate ചെയ്യുന്നത് എന്ത് ചെയ്യും, execute ചെയ്തുകൊണ്ടേയിരിക്കും. Note that the condition specified after the when keyword in the exit statement is a boolean expression that evaluate true or false. So ഇവിടെ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ എന്താണ്, ഒരു ബൂളിയൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി നെസ്റ്റഡ്. അപ്പോൾ ഈ ലൂപ്പിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റേറ്റ്മെന്റ് ഭാഗത്ത് വേറെ ലൂപ്പ് കൊടുക്കാം. നേരത്തെ ഈഫ കൊടുത്ത പോലെ നെസ്റ്റഡ് ലൂപ്പ് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. ഓരോ ലൂപ്പുകളും നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളൂ, എൻഡ് കീവേഡ് കൊടുത്ത് എൻഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സ്ട്രക്ചർ തന്നെ ആയിരിക്കും. ഇതിന്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ് ഭാഗത്ത് ഈ ഒരു എന്റെ ഭാഗം ഒന്നും കൂടെ വരും. അതാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. യു നീഡ് ടു ലൂപ്പ് ലാബിൾസ് ടു സ്പെസിഫൈ explicitly which loop you want to terminate the exit statement. അപ്പം ലാബിൽ കൊടുത്താൽ ഞങ്ങൾക്ക് ഒരു ഉപകാരമുള്ളത് എന്താ വെച്ചാൽ ഈ എക്സിറ്റ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ കൊടുത്ത ലാബിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കൊടുക്കാം. അപ്പം ഏത് ലൂപ്പാണ് എക്സിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പം ഔട്ടർ ലൂപ്പ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എക്സിറ്റ് ഔട്ടർ ലൂപ്പ്, ഇന്നർ ലൂപ്പ് ആണെങ്കിൽ ഇന്നർ ലൂപ്പ് ഇവിടെ ലാബ് ചെയ്താൽ എക്സിറ്റ് ഇന്നർ ലൂപ്പ്. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് അത് മനസ്സിലാക്കാം ഏത് ലൂപ്പാണ് എക്സിറ്റ്. അതിനാണ് ഈ ലാബ് കൊടുക്കുന്നത്. ദെൻ അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഫിബൊനാച്ചി നമ്പറിനാണ്. നിങ്ങൾ ഇതൊന്നും ബോദർ ചെയ്യേണ്ട. ക്രിയേറ്റ് ഓർ റീപ്ലേസ് ഫംഗ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. നിങ്ങൾ ഈ ലൂപ്പിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രം നോക്കുക. ഇവിടെ ലൂപ്പിന് സ്റ്റാർട്ട് ചെയ്തു. എക്സിറ്റ് വെൻ കൗണ്ടർ ഇസ് ഈക്വൽ ടു n. കൗണ്ടറിന്റെ വാല്യൂ എന്താകുമ്പോൾ എക്സിറ്റ് ചെയ്യണം. ദെൻ കൗണ്ടർ ഇസ് ഈക്വൽ ടു നമ്മൾ കൗണ്ടർ പ്ലസ് 1 ആക്കി സെലക്ട് ഐ ജെ സം വാല്യൂസ് സം ടാസ്ക്. ഇതാണ് സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗം എൻഡ് ലൂപ്പ്. ഇത് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആവുന്ന വരെ എന്ത് ചെയ്യും, ഈ ലൂപ്പ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ലൂപ്പ് ആണ് വൈൽ ലൂപ്പ്. നിങ്ങൾ സി പ്രോഗ്രാമിലൊക്കെ പഠിക്കുമ്പോൾ തന്നെയാണ് വൈൽ ലൂപ്പ്. വൈൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും, അതാണ് ട്രൂ ആണെങ്കിൽ എന്താണെന്നുള്ളത് ഫാൾസ് ആണെങ്കിൽ. വൈൽ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് അണ്ടിൽ എ കണ്ടീഷൻ ഇവാലുവേറ്റ് ടു ഫാൾസ്. ഒരു സാധാരണ സിയിലൊക്കെ ചെയ്യുന്ന വൈൽ ലൂപ്പ് പോലെ തന്നെയാണ്. ഒരു കണ്ടീഷൻ ഫാൾസ് ആവുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യും, അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. So if in the while loop statement Postgres will evaluate the condition before executing the block statement. നേരത്തെ ലൂപ്പിൽ അങ്ങനെയല്ല. ലൂപ്പിൽ നിങ്ങൾ നേരത്തെ ഡു വൈലും വൈലും പോലെയാണ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ
കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യും, ഈ ലൂപ്പിനകത്തേക്ക് പ്രവേശിച്ചു. പക്ഷേ വൈലിൽ എന്ത് ചെയ്യും, ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും, അതിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ലൂപ്പിനകത്തേക്ക് കടക്കുന്നു. If the condition is true, the block of statement is executed until it is evaluated to false. Syntax of the while loop statement നോക്കാം. സോ ലാബിൽ നേരത്തെ പറഞ്ഞ പോലെ ലാബിൽ വേണമെങ്കിൽ കൊടുക്കാം, എന്തിനാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷനിലാണത്. വൈൽ കീവേഡ് വൈലാണ്, ദെൻ കണ്ടീഷൻ എന്താണെന്നുള്ള കണ്ടീഷൻ, ദെൻ ലൂപ്പ് എന്ന് എഴുതണം. വൈൽ കണ്ടീഷൻ ലൂപ്പ്. ദെൻ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഈ ഇത്രയും ഭാഗത്ത് വരിക. ദെൻ അത് കഴിഞ്ഞാൽ എൻഡ് ലൂപ്പ്. അപ്പം എൻഡ് ലൂപ്പാണ് എല്ലാ ലൂപ്പിനും നമ്മൾ കൊടുക്കുന്നത്. എൻഡ് ലൂപ്പ്, എൻഡ് വൈലല്ല, എൻഡ് ലൂപ്പാണ്. സിന്റാക്സ് എക്സാമ്പിൾ നോക്കാം. വൈൽ ലൈൻ. സോ ഇത്രയും ഭാഗം നിങ്ങൾ ബോധർ ചെയ്യേണ്ട. ഈ ക്രിയേറ്റ് ഓർ റീപ്ലേസ് ഫംഗ്ഷൻ എന്നുള്ളത് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. നിങ്ങൾ ഇവിടെ ഈ വൈൽ ലൂപ്പിന്റെ ഭാഗത്തേക്ക് വരാം. സോ വൈൽ കൗണ്ടർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ലൂപ്പ്. കൗണ്ടറിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ എൻ ആണെന്ന് വരെ ലൂപ്പ് നമ്മൾ നടന്നുകൊണ്ടിരിക്കും. ദെൻ ഇവിടെ ലൂപ്പിന്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കൗണ്ടർ ഈക്വൽ ടു കൗണ്ടർ പ്ലസ് 1 ആക്കും. Then select I plus j into I j. So ഈ വാല്യൂ എപ്പോഴാണോ ഫാൾസ് ആവുന്നത് അതുവരെ ഈ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. സാധാരണ വൈൽ പോലെ തന്നെയാണ്. ദെൻ വൈൽ സ്റ്റേറ്റ്മെന്റ് ലൂപ്പ്, വൈൽ ലൂപ്പ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എൻഡ് ലൂപ്പ് കമാൻഡ്. ക്ലിയർ ആണ്? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫോർ ലൂപ്പ് ആണ്. PLPGSQL ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ഫോർ ലൂപ്പ് ഈസി ആണെന്നും കൂടെ. ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ മോർ കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് അല്ല, ആക്ച്വലി ഇറ്റ് ഈസ് ഈസി ആണ്, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഈസിയാണ്. വി വിൽ എക്സാമിൻ ഈച്ച് ഫോം ഓഫ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ഇൻ ഡീറ്റെയിൽ. 2-3 ടൈപ്പ് ലൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സിന്റാക്സ് ഏകദേശം ഒരേപോലെ തന്നെയാണ്, അതിന്റെ വാല്യൂസ് വരുന്നത്, നമ്മൾ ചെക്ക് ചെയ്യുന്ന വാല്യൂസ് വരുന്നത് ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അത് നമ്മളിപ്പോൾ പറയും. ഫോർ ലൂപ്പ് ഫോർ ലൂപ്പിംഗ് ത്രൂ എ റേഞ്ച് ഓഫ് ഇൻഡിജർ. ഒരു ഇൻഡിജറിന്റെ അകത്ത് നമ്മളിപ്പോൾ 1 to 10 അല്ലെങ്കിൽ 10 to 20 നമുക്ക് എന്ത് ചെയ്യണം, ലൂപ്പിന്റെ അകത്ത് പോകണമെങ്കിൽ, റേഞ്ച് ഓഫ് ഇൻഡിജേഴ്സ് അകത്ത് പോകണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഫോർ ലൂപ്പ് സിന്റാക്സ് ആണ് ഇപ്പോൾ പറയുന്നത്. ഫോർ ദ ലൂപ്പ് കൗണ്ടർ എന്തെങ്കിലും വേരിയബിളോട് കൊടുക്കും, എക്സോ വൈയോ എന്തെങ്കിലും വേരിയബിൾ കൊടുക്കും. ഇൻ ഈ റിവേഴ്സ് എന്നുള്ളത് ഒരു കീവേഡ് ആണ്, ഓപ്ഷണൽ ആണത്. സോ റിവേഴ്സ് എന്നുള്ള കീവേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് റിവേഴ്സ് ഓർഡറിൽ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഓപ്ഷനിലാണ്. റിവേഴ്സ് വെച്ചിട്ടില്ലെങ്കിലും നേരെ കൗണ്ട് ചെയ്യും, 1 2 3 4 പോകും. റിവേഴ്സ് വെച്ചാൽ 5 4 3 1 അങ്ങനെ പോകും, 2 1. ഓക്കെ. സോ ഫോർ എന്നൊരു കീവേഡ് ചെയ്തു. ഇവിടെ ലൂപ്പ് ഒരു വേരിയബിൾ കൊടുക്കും, ഇൻ കീവേഡ് ആണ്. ദെൻ ഇവിടെ നമ്മൾ ഫ്രം ടു ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കും. 1 2 5 ആണെങ്കിൽ 1 2 ഡോട്ട് 5. ഓക്കെ. ബൈ എക്സ്പ്രഷൻ, അതായത് ബൈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1/1 ആണ് ഇൻക്രിമെന്റ് എങ്കിൽ ഇവിടെ ഒന്നും സ്പെസിഫൈ ചെയ്യേണ്ട. 2 ഇൻക്രിമെന്റ് വരുമെങ്കിൽ ബൈ 2 എന്ന് കൊടുത്താൽ എന്ത് ചെയ്യും, രണ്ടെണ്ണം വെച്ച് ഇൻക്രിമെന്റ് ചെയ്യും. അതിന് എക്സാമ്പിൾ ഒന്നുകൂടെ കാണിക്കാം. ഇതും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് 1 2 3 അങ്ങനെയാണ് പോകണമെങ്കിൽ ഇവിടെ ബൈലൊന്നും കൊടുക്കണ്ട. ഇനി 1 3 5 അങ്ങനെ 2 വെച്ച് ജമ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ബൈ എന്ന് എഴുതാം, 2 എക്സ്പ്രഷൻ. ദെൻ ലൂപ്പ് കീവേഡ് ആണ് ലൂപ്പ്. അപ്പം ഇവിടെ റിവേഴ്സും ഈ ബൈ എക്സ്പ്രഷൻ എന്നതും ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. ദെൻ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ദെൻ ഈ ഫോർ ലൂപ്പ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഡ് ലൂപ്പ് ലാബിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലാബിൽ നെയിം ഇവിടെ കൊടുക്കും, ഓപ്ഷനിലാണ്. എക്സാമ്പിൾ പറയാൻ പോകുന്നു, ഇപ്പോൾ ക്ലിയർ ആവും. First, PostgreSQL will create an integer variable loop counter that exists only inside the loop. By default, the loop counter is added after each iteration. If you use a reverse keyword, അതാണ് ഇവിടെ പറഞ്ഞ റിവേഴ്സ് കീവേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ PostgreSQL will subtract the loop counter. റിവേഴ്സ് ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് കൗണ്ട് സബ്ട്രാക്ട് ചെയ്യും. റിവേഴ്സ് ഉപയോഗിച്ചില്ലെങ്കിൽ കൗണ്ട് ചെയ്ത് പോകും, ഇൻക്രിമെന്റ് ചെയ്ത് പോകും. റിവേഴ്സ് ഉപയോഗിച്ചാൽ ഡിക്രിമെന്റ് ആണ് അവിടെ നടക്കുക ഓപ്പറേഷൻ. എക്സാമ്പിൾ പറയും. സെക്കൻഡ്, ദ ഫോം ഫ്രം ടു എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ് ഓഫ് ദി ഫോർ ലൂപ്പ്, ഇത്ര വരെ പോകണം എന്നുള്ളത് ആ ലൂപ്പ്. ദെൻ ഫോർ ലൂപ്പിന് എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഫോർ ലൂപ്പിംഗ് ത്രൂ എ റേഞ്ച് ഓഫ് ഇൻഡിജേഴ്സ് നമ്മൾ പറഞ്ഞതിന് എക്സാമ്പിൾ ആണ്. സോ ഡു ബിഗിൻ, ഇവിടെ വേരിയബിൾസ് ഒന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഡിക്ലറേഷനിൽ നമ്മൾ വേരിയബിൾസ് കൊടുക്കും. ഫോർ കൗണ്ടർ ഇൻ 1 to 5, 1 to 5 വേണേ നമുക്ക് വേണ്ട, നമ്മൾ റേഞ്ച് ആണത്. അപ്പം 1 ഇതും 2 ഡോട്ട് ഇട്ടിട്ട് 5. ഏതപ്പം 1 to 10 ആണെങ്കിൽ 1 ഡോട്ട് 10, 5 to 10 ആണെങ്കിൽ 5 ഡോട്ട് 10. അപ്പോൾ 4 എന്നുള്ള കീവേഡ്, ദെൻ വേരിയബിൾ നെയിം അവിടെ കൗണ്ടർ എന്നാണ് ഉപയോഗിച്ചത്, ഇൻ ഇതിനകത്താണ് 1 to 5. അങ്ങനെ ആണെങ്കിൽ ലൂപ്പ്, ഈ ലൂപ്പിന്റെ അകത്തേക്ക് പ്രവേശിക്കും. റൈസ് നോട്ടീസ് കൗണ്ടർ, ഒരു ഔട്ട്പുട്ട് കൊടുത്തു അവിടെ കൗണ്ടറിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻഡ് ലൂപ്പ്, ഈ ഫോർ ലൂപ്പ് എൻഡ് ചെയ്യാൻ വേണ്ടി എൻഡ്. ഇതിന് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത് ആദ്യം 1 എന്ന് വരും അല്ലെ, 1 to 5 ആണ് 1. ദെൻ കൗണ്ടറിന്റെ വാല്യൂ നമ്മൾ 2 ആക്കും, 3 ആക്കും, 4 ആക്കും, 5 ആക്കും. അതിവിടെ 1 to 5 ഉണ്ട്, 1 2 3 4 5 അങ്ങനെ.
ഇതാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ. ഇനി രണ്ടാമത്തെ നമ്മൾ പറയുന്നത് റിവേഴ്സ് കീവേഡ് ഉപയോഗിച്ചാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞത് അല്ലെ, ഇവിടെ നോക്കുക നിങ്ങൾ, ഫോർ കൗണ്ടർ ഇൻ. നേരത്തെ നമ്മൾ ഈ റിവേഴ്സ് കീവേഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നേരത്തെ ജസ്റ്റ് ഫോർ കൗണ്ടർ ഇൻ 1 to 5 എന്നാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഫോർ കൗണ്ടർ ഇൻ റിവേഴ്സ് 5 to 1 ലൂപ്പ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഓരോ നമ്പർ നമ്മൾ എന്ത് ചെയ്യും, ഡിക്രിമെന്റ് ചെയ്യും. ആദ്യം 5, then 4, 3, 2, 1 അങ്ങനെ. then റേസ് നോട്ടീസ് ഇതും, then ഫോർ ലൂപ്പ് എൻഡ് ചെയ്യാൻ വേണ്ടി എൻഡ് ലൂപ്പ്. സോ ആദ്യം 5 വരും, 4 വരും, 3 വരും, 2 വരും, 1 വരും. അപ്പം റിവേഴ്സ് കീവേഡ് ഉപയോഗിക്കുന്നത് നോട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഡിക്രിമെന്റ് ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. റിവേഴ്സ് ഓർഡർ ഇല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് അത് ഇൻക്രിമെന്റ് ചെയ്ത് പോകും. ഇവിടെ കൊടുക്കുന്ന വാല്യൂ ഫ്രമും ടു ഒന്നും നോക്കണം നിങ്ങൾ. റിവേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ തിരിച്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇനി നമുക്ക് വേറൊരു ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യാനുള്ളത്, നേരത്തെ നമ്മൾ പറഞ്ഞു ബൈ കണ്ടീഷൻ അല്ലേ, അവിടെ ആ ഫസ്റ്റ് സിന്റാക്സ് പറയുമ്പോൾ ഒരു ബ്രാക്കറ്റിനുള്ള ഓപ്ഷനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട്. അതെന്താണെന്ന് നോക്കാം വിത്ത് എക്സാമ്പിൾ. എനിക്കിപ്പോൾ പോകേണ്ടത് 1, 2, 3 അങ്ങനെയല്ല, ഒരു 2 നമ്പേഴ്സ് ഗ്യാപ്പ് ഇല്ല, 1, 3, 5 അങ്ങനെ പോകാം. അങ്ങനെയാണ് നമ്മൾ എങ്ങനെ ഇത് സ്പെസിഫൈ ചെയ്യുന്നതാണ്. ഫോർ കൗണ്ടർ വേരിയബിൾ നെയിം ആണ് ഇൻ 1 to 6, ആ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്തു. ബൈ 2 ഇവിടെയാണ് എക്സ്ട്രാ വന്നത്, ബൈ 2. ബൈ 2 എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത് 1 കഴിഞ്ഞാൽ 2 നമ്പർ കഴിഞ്ഞാൽ അടുത്ത് വരുള്ളൂ. അപ്പോൾ 1 കഴിഞ്ഞാൽ പിന്നെ 3, 3 കഴിഞ്ഞാൽ പിന്നെ 5 അങ്ങനെ ലൂപ്പ്. ദെൻ റൈസ് നോട്ടീസ് ഈ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ചു, എൻഡ് ലൂപ്പ്. എൻഡ് ലൂപ്പ്. അപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് വരിക 1, 3, 5 ആണ്. ഇവിടെ ഈ 2ന് പകരം ഞാൻ 3 കൊടുക്കുന്നത് വിചാരിക്കാം. ബൈ 3 ആണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് 1 വരും, ഇവിടെ 3 വരില്ല, വരും 1, 4, ദെൻ 7 വരില്ല, കാരണം ഇവിടെ 6 വരെ ആ ലിമിറ്റ്. 1, 4 എന്നിട്ട് സ്റ്റോപ്പ്. ഓക്കെ, അപ്പം എത്രയാണോ നമുക്ക് ഇൻക്രിമെന്റ് ഇടുന്നത് അതാണ് ഇവിടെ നമ്മൾ ബൈ 2 കൊടുക്കുന്നത്. ഇത് റിവേഴ്സ് കൊടുത്തിട്ടില്ല, റിവേഴ്സ് കൊടുത്താൽ തിരിച്ചാവുന്നു മാത്രം. ഓക്കെ, അപ്പം ഈ ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെക്കുക ഫോർ ലൂപ്പിന്റെ 2-3 വേരിയേഷൻസ്. ഇനി വേറൊരു ടൈപ്പ് ഫോർ ലൂപ്പ് എന്താ വെച്ചാൽ, ഒരു ക്വയറി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഫോർ ലൂപ്പിന്. നമ്മൾ ഫോർ ലൂപ്പ് ഇന്ന് ചെക്ക് ചെയ്യുന്നില്ല, 1 to 5 എന്നൊക്കെ, ആ ഇന്ന് കഴിഞ്ഞ ശേഷമുള്ള ഭാഗത്ത് നമ്മൾ ഒരു ക്വയറിന്റെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൊണ്ടുവരാൻ പറ്റും. ക്വയറി എന്ന് പറഞ്ഞാൽ ടേബിളിൽ നിന്ന് ഒരു വാല്യൂ, സെറ്റ് ഓഫ് വാല്യൂസ് എടുത്തിട്ട് നമുക്ക് അതിലാണോ ഈ കൗണ്ടർ അല്ലെങ്കിൽ വേരിയബിൾ ഉള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ നോക്കാം, നമ്മൾ ക്ലിയർ ആവും. സിന്റാക്സ് എന്ന് വെച്ചാൽ ലാബൽ ഓപ്ഷനിലാണ്. ഫോർ ടാർഗറ്റ് എന്നുള്ളത് നമ്മുടെ ഈ വേരിയബിൾ നെയിം ആണ്. ഇൻ ഇവിടെ നമ്മളൊരു ക്വയറി കൊടുക്കും, ഒരു SQL ക്വയറി കൊടുക്കും. അതിന്റെ റിസൾട്ടിലാണ് നമ്മൾ ഈ ടാർഗറ്റ് ഉണ്ടോ ഇല്ലയോ നോക്കുന്നത്. ദെൻ ലൂപ്പ് ബാക്കിയുള്ള സെയിം ആണ്. ഇവിടെ മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത്. ഇവിടെ നമ്മൾ 1 to 5, 1 to 10 കൊടുത്ത പോലെ അതിന് പകരം ഇവിടെ ഒരു ക്വയറി, നമ്മൾ SQL ക്വയറി നമ്മൾ എന്ത് ചെയ്യും, എഴുതി കൊടുക്കും. അതാണ് ഇവിടെ ഡിഫറൻസ്. എക്സാമ്പിൾ നോക്കാം. ഫോർ റെക്കോർഡ് REC ഒരു വേരിയബിൾ ആണ് ഇൻ. അപ്പോൾ ഇവിടെ നേരത്തെ വാല്യൂ കൊടുത്ത് നമ്മൾ ഇത്രയും ഭാഗത്ത് അല്ലേ, ഇത്രയും ഭാഗത്ത് 1 to 5 അല്ലെങ്കിൽ 5 to 6 ഒക്കെ പറഞ്ഞിട്ട് വാല്യൂ കൊടുത്തു. അതിന് പകരം ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്വയറി, SQL ക്വയറി അതേപോലെ കൊടുക്കും. ഇവിടെ കൊടുത്ത കുറെ എന്താണ്, സെലക്ട് ടൈറ്റിൽസ്, ടേബിളിലെ ഒരു ഹെഡിങ്, ടേബിളിന്റെ ഒരു കോളത്തിന്റെ ഹെഡിങ് ആണ് എന്ത്, ടൈറ്റിൽ എന്നുള്ളത്. ഫ്രം ഏത് ടേബിൾ നിന്നാണ്, ഫിലിം എന്നുള്ള ടേബിളിൽ നിന്ന് ടൈറ്റിൽ എന്നുള്ള കോളം സെലക്ട് ചെയ്യാണ്. ഓർഡർ ബൈ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓർഡർ ബൈ എന്തിനാണ്, ടൈറ്റിലിന്റെ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യും, അത് സെലക്ട് ചെയ്യും. ഫ്രം ഫിലിം എന്നുള്ള ടേബിളിൽ ടൈറ്റിൽ എന്നുള്ള കോളം, ടൈറ്റിലിന്റെ ഓർഡർ നമ്മൾ സെലക്ട് ചെയ്യും. ദെൻ ലിമിറ്റ് കൊടുത്തു, ലിമിറ്റ് പറഞ്ഞാൽ എത്ര എണ്ണം വേണമെന്നുള്ളതാണ്. ഒരു വാല്യൂ നമ്മൾ 5 എണ്ണമാണ്, 5 എണ്ണം, 6 എണ്ണമാണ്. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വയറി കൊടുക്കാം. വാല്യൂ കൊടുക്കുന്നവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വയറി കൊടുത്താൽ അതിൽ ഫോർ ലൂപ്പ് നമുക്ക് പറയും. ഇപ്പോൾ ചെക്ക് ചെയ്യാം, റെക്കോർഡ് ഇൻ, ഇതിന്റെ റിസൾട്ട് ഒരു ടേബിളിന്റെ റിസൾട്ട് നമുക്ക് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് വരും. അതിൽ ഏതൊക്കെയാണോ ഉള്ളത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ പ്രിന്റ് ചെയ്ത്. ഓക്കെ, ദെൻ ഇത്രയാണ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മൊത്തം പറയുകയാണെങ്കിൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണ്. PLPGS നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണ്. 3 വേരിയേഷൻസ് ആണ് നമ്മൾ കൺട്രോൾ സ്ട്രക്ചർ ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ഒന്ന് കേസ് സ്റ്റേറ്റ്മെന്റ്, കേസ് എങ്ങനെയാണ് വർക്ക് ചെയ്തത് എങ്ങനെയാണുള്ളത്. ദെൻ ലൂപ്പിൽ 3 ടൈപ്പുകൾ പഠിച്ചു. ലൂപ്പ്, സിമ്പിൾ ലൂപ്പ്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്. ഫോർ ലൂപ്പിൽ തന്നെ 2 വേരിയേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിന്റെ കീവേഡ്സിലെ വ്യത്യാസങ്ങൾ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈഫ്, അതിലെ 3 വേരിയേഷൻ, സിമ്പിൾ ഈഫ്, ദെൻ എൽസ്, അതേപോലെ ഈഫ് ദെൻ എൽസ് ഈഫ് സ്റ്റേറ്റ്മെന്റ്. ഇത്രയാണ് നമ്മൾ ടോട്ടൽ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ്, ലാബിലെല്ലാം ആവശ്യമുള്ളതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.